എന്റെ നോർത്ത് ഈസ്റ്റിന്റെ ഇടയിലുള്ള യാത്രക്കിടയിലാണ് ഞാൻ ജ്യോതിഷ് പറഞ്ഞ ഈ കൊച്ചു ചെറുപ്പക്കാരനെ ഞാൻ കാണുന്നത്. അപ്പൊ ഈ പുള്ളി എന്താ ചെയ്യുന്നത്? ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യാണ്, കൊച്ചിയില് ഷെഫായിട്ട്, കോണ്ടിനെന്റൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നത്. പുള്ളിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പുള്ളി ജോലി രാജിവെച്ച് ഇപ്പൊ 2.5 മാസമായിട്ട് തെണ്ടിത്തിരിഞ്ഞ് കിടക്കുമായിരുന്നു. എവിടെയായിരുന്നു ഇത്ര നാള് 2 മാസമായിട്ട്? ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നോർത്ത് ഈസ്റ്റ് അങ്ങനെ അങ്ങനെ കറങ്ങി നടക്കായിരുന്നു. നേപ്പാള് അങ്ങനെ നടക്കായിരുന്നു. അപ്പോഴാണ് ഇവന്റെ സ്റ്റോറിയൊക്കെ കണ്ട് ഇവന്റെ അവിടെ കൂടിയത്. അങ്ങനെ നേപ്പാളില് അന്നപൂർണ ബേസ് ക്യാമ്പ് ഒറ്റയ്ക്ക് കയറിയില്ല. എത്ര രൂപയ്ക്ക് കയറിയത് അന്നപൂർണ ബേസ് ക്യാമ്പ്? ഞാൻ ഒരു 3K എത്ര ആയിട്ടുള്ളൂ. ഒരു 3000 രൂപയ്ക്ക് അന്നപൂർണ ബേസ് ക്യാമ്പ് കയറി. അത് 3000 രൂപയിൽ 2000 രൂപയും പെർമിറ്റ്. വെറും പെർമിറ്റിന് വെറും 1000 രൂപയ്ക്ക് പറയാനാ, പെർമിറ്റ് അല്ലാതെ വെറും 1000 രൂപയ്ക്ക് അന്നപൂർണ ബേസ് ക്യാമ്പ് കയറിയില്ലേ. സമ്മതിക്കണം എന്തായാലും. അതുപോലെ തന്നെ പുള്ളിയുടെ കയ്യിൽ ഇതാ കുക്കിങ്ങിന് സെറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തോന്നുന്നു നമ്മൾ എത്ര ദിവസം നമ്മൾ യാത്ര ചെയ്തു ഒരുമിച്ച്? 10-15 ദിവസം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിലും ഒരുമിച്ച് തന്നെ കസിരിങ്ക നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ ടവാങ്, ബുഗ്ല പാസ്, പിന്നെ സീറോ വാലി, ഈസ്റ്ററിനൊക്കെ 4 ദിവസം സീറോ വാലിയിലായിരുന്നു. ഇത്ര ദിവസം ഒരുമിച്ച് തന്നെയാണ് ഞങ്ങളുടെ യാത്ര. പുള്ളിയുടെ കയ്യിൽ കുക്കിംഗ് സെറ്റായ ഗ്യാസും സ്റ്റവും പാത്രമൊക്കെ ഉള്ളതുകൊണ്ട് കുറേ പൈസ ഞാൻ തന്നെ ലാഭിച്ചു. ഫുഡ് ഇതാക്കാനൊക്കെ ആയിട്ട്. പിന്നെ പാതിരാത്രിക്കൊക്കെ ഞാൻ സാധാരണ നൈറ്റിന് ഒരിക്കലും ലിഫ്റ്റ് അടിക്കലില്ല. പുള്ളി എല്ലാം കൊണ്ട് ഞങ്ങളുടെ ധൈര്യത്തിൽ തന്നെ രാത്രി 1 മണിക്ക് വെളുപ്പിന് 3 മണി വരെയൊക്കെ ഞങ്ങൾ ലിഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, ഫുൾ സേഫ് തന്നെയായിരുന്നു. എത്ര ദിവസം ഒരു 10-15 ദിവസത്തെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു 2 ദിവസം ഒരുമിച്ച്. പെട്ടെന്ന് പുള്ളിയുടെ അമ്മൂമ്മ മരിച്ചുപോയി. അതുകൊണ്ട് നാട്ടിലോട്ട് പോവാ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. ഞങ്ങൾ കണ്ടുകൂട്ടിയത് ജലപ്പാഗൂരി റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പിരിയുന്നതും ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനാണ്. പുള്ളി ഞാൻ നാട്ടിലോട്ടും ഞാൻ നാഗാലാൻഡിലോട്ടും പോവാണ്. യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ബൈ ബൈ.